ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷംനാസ് കിച്ചൺ. ഇന്ന് സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ഒന്നല്ല, വളരെ മുമ്പ് തന്നെ എല്ലാവരും ചെയ്യുന്ന ചിക്കൻ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചിക്കൻ റോള്, എന്നാലും കുറച്ച് പേരെങ്കിലും അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ എൻ്റേതായിട്ടുള്ള ഫില്ലിങ്ങും എൻ്റേതായിട്ടുള്ള റോളിങ്ങും ഒക്കെയാണ് ഈ ചിക്കൻ റോളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ റോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഇനി സവാളയാണ് ചേർക്കുന്നത്. അപ്പോൾ 3 വലിയ സവാള ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളൊക്കെ അത്യാവശ്യം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിലേക്ക് മസാലയായിട്ട് എരിവിന് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പില ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ കുറച്ചധികം തന്നെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ചിക്കൻ റോളിൻ്റെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവല്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോളിൻ്റെ ഫില്ലിങ്ങിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗം എടുത്തിട്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ്. അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാല പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നാക്കി തന്നെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനാണ് ചേർക്കേണ്ടത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് ഈ സവാളയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. കുറച്ചധികം തന്നെ മല്ലിയില ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ റോൾക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ദോശ ചുട്ടിട്ടാണ് ചിക്കൻ റോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അത്യാവശ്യം അധികം തന്നെ ചിക്കൻ റോൾ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും റെഡിയാക്കുന്നില്ലെങ്കിൽ ഒരു മുട്ട എടുത്താൽ മതി. ഇതിലേക്ക് ഒരു വലിയൊരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് അളവിൽ മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് എടുക്കുകയാണെങ്കിലും 1.5 കപ്പ് എടുക്കുകയാണെങ്കിലും ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ 2.5 കപ്പ് മൈദയിലേക്കാണ് 2 മുട്ട ചേർത്തത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഫസ്റ്റ് ഒഴിച്ചിട്ട് പിന്നെ പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പോൾ തന്നെ ബാറ്റർ റെഡിയായി കിട്ടും. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബാറ്റർ വേണ്ടത്. അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത ദോശമാവിൻ്റെ പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. ഓരോ റോളും ദോശ ചുട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ദോശ ചുടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാനാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ പാൻ എടുക്കുകയാണെങ്കിൽ ചെറിയ ദോശ ചുട്ടെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഓവർ വലിപ്പമായി കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചെടുക്കാനും അതുപോലെ തന്നെ കാണാനൊന്നും ഒരു ഭംഗി കാണില്ല. ചെറിയ ചെറിയ ചിക്കൻ റോളാണ് എപ്പോഴും കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ ഇത് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ മറിച്ചിടൊന്നും വേണ്ട. ഒരു സൈഡ് ആയാൽ തന്നെ നമുക്ക് നേരെ ഒരു പ്ലേറ്റിലേക്കോ ഒരു കൗണ്ടർ ടോപ്പിലേക്കോ മാറ്റാം. എന്നിട്ട് നേരെ അടുത്ത ദോശ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗവും ഒരേ കട്ടിയിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ചുട്ടെടുത്ത ദോശയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ചിട്ട്
ഇതേപോലെ ഫസ്റ്റ് തന്നെ അറ്റത്തുനിന്ന് മടക്കിയതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ കവർ ചെയ്യുക, നമ്മുടെ ഫില്ലിങ് പുറത്തേക്ക് പോവാത്ത രീതിയിൽ. എന്നിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതവിടെ നന്നായിട്ട് ഒട്ടി നിന്നോളും. നമ്മൾ പെട്ടെന്ന് ചെയ്തെടുത്താൽ മതി. ഒരു ദോശ ആകുമ്പോൾ തന്നെ മറ്റേ ദോശ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ആദ്യം ചുട്ടതിൽ ഫില്ലിങ് വെച്ച് ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ മൊത്തം ഇതേപോലെ ഫില്ലിങ് വെച്ച് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂണോളൊക്കെ ഫില്ലിങ് വെച്ച് കൊടുക്കണം കേട്ടോ, ഇത്ര പോകുന്നൊരു ദോശയിൽ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. എന്നാലും നമുക്ക് കഴിക്കുമ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നുന്ന മടുപ്പ് തോന്നാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ഫില്ലിങ് റെഡിയാക്കലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 റോളാക്കി എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ ചുട്ടിട്ട് റോളാക്കി എടുക്കുക. അപ്പോൾ പെട്ടെന്ന് പണി കഴിയും. ഇങ്ങനെ റോളാക്കി എടുത്താൽ നമുക്ക് അടച്ച് വെച്ചിട്ടും ഇത് കുക്ക് ചെയ്തെടുക്കുക. ഒരു വശം മാത്രം കുക്കാക്കി എടുത്താൽ മതിയാവും, എന്നാലേ ഒട്ടി കിട്ടുള്ളൂ. ഇപ്പോൾ ദാ ഞാൻ മൊത്തം ഇതേപോലെ ദോശ ചുട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചാൽ നമുക്കൊരു സിപ്ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടൻ്റെ വെള്ള വേണം, അതുപോലെ തന്നെ അതിൻ്റെ യെല്ലോ വേണ്ട, യെല്ലോ നമുക്ക് മാറ്റി വെക്കാം. മുട്ടൻ്റെ വൈറ്റ് മാത്രം മതിയാവും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി നമ്മുടെ മുട്ടൻ്റെ വെള്ളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കുക. ഇതേപോലെ ഒരു ഫോർക്കോ ടീസ്പൂണോ വിസ്കോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ആ മുട്ടൻ്റെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ റോൾ ചെയ്ത് വെച്ച ഓരോ റോൾസും എടുത്തിട്ട് ഇതേപോലെ മുട്ടൻ്റെ വെള്ളയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇതേപോലെ ഓരോന്നും നമ്മൾ മുട്ടൻ്റെ വൈറ്റിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ ചിക്കനൊക്കെ ഇട്ട് ഫില്ലിങ്ങൊക്കെ വെച്ച് റോൾ ചെയ്ത് വെച്ച ദോശ ഒരു വശത്ത് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു മുട്ടൻ്റെ വെള്ളയിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തതിന് ശേഷം നേരെ ഫ്രൈ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിത് ഏകദേശം മൊത്തം ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പുറത്ത് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വെച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരണം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ളത് മൊത്തം കുക്കായി വന്നതാണ്. നമുക്ക് ഈ ബ്രെഡ് ക്രംസ് മാത്രമേ ഉള്ളൂ കുക്കായി വരാൻ. അപ്പോൾ ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വശവും ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഞാനൊരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും നല്ല ക്രിസ്പിയായി ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഒട്ടും ഓയിലൊന്നും കുടിക്കാത്ത നല്ലൊരു ചിക്കൻ റോളാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ മുട്ടൻ്റെ വെള്ളയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ മൊത്തം ചിക്കൻ റോളും ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കനിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസുകളിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അടുത്ത തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.